ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക് നോക്കാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാക്യത്തിന്റെ ഒറ്റ പദം കണ്ടെത്താനാണ്. ഫോർ എക്സാമ്പിൾ, മലയാളത്തിൽ നമ്മൾ ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എന്തു പറയും? വിധവ, അല്ലേ? അതുപോലെ ഇംഗ്ലീഷിലും നമ്മൾ ഒറ്റ പദങ്ങൾ കണ്ടെത്തണം. ഇംഗ്ലീഷിൽ കൂടുതലായും ഭരണവുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകൾ ചോദിക്കാറുണ്ട്. നമുക്ക് അതിൽ നിന്നും തുടങ്ങാം. A government by the people, ജനാധിപത്യ ഭരണം, അറിയപ്പെടുന്നത് ഡെമോക്രസി. ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡെമോക്രസി എന്ന വേർഡ് ഉണ്ടായത്. ഡെമോ മീൻസ് പീപ്പിൾ ആൻഡ് ക്രാറ്റിയ മീൻസ് റൂൾ. A government by a king or a queen, അതറിയപ്പെടുന്നത് മൊണാർക്കി, രാജവാഴ്ച. The word monarch means a supreme head, especially a king or a queen. A government by the officials, ഒരു ഉദ്യോഗസ്ഥ ഭരണം, അറിയപ്പെടുന്നത് ബ്യൂറോക്രസി. Then a government by the few, വളരെ കുറച്ചു പേർ ചേർന്ന് ഭരിക്കുന്നത്, ഇത് അറിയപ്പെടുന്നത് ഒളിഗാർക്കി. Next, a government by the rich or a government by the wealthy, ധനവാന്മാരായ ഒരു കൂട്ടം ആൾക്കാർ ഭരിക്കുന്നതിന് പറയുന്നത് പ്ലൂട്ടോക്രസി. A government by the nobles, ഉന്നത കുലജാതരായ ആൾക്കാർ ഭരിക്കുന്നതിന് അറിയപ്പെടുന്നത് എറിസ്റ്റോക്രസി, അതായത് പ്രഭുവാഴ്ച. A government by one, that is ഓട്ടോക്രസി, ഏകാധിപത്യം. ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ ഭരണമെല്ലാം ഇതിനുദാഹരണമാണ്. ഹിറ്റ്ലർ വാസ് ആൻ ഓട്ടോക്രാറ്റ്. ഇനി നമുക്ക് മറ്റു ചില പദങ്ങൾ കൂടി നോക്കാം. A person who has power over all, സർവശക്തൻ. ഇതിനുള്ള വേർഡ് omnipotent. Omni means all, potent means very powerful. ഇനി one who is present everywhere, സർവവ്യാപി, that is omnipresent. Next is a person who knows everything, എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ ഒരാൾ, അദ്ദേഹം അറിയപ്പെടുന്നത് omniscient. ഓർക്കുക, ഈ മൂന്ന് വേർഡുകളും നമ്മൾ സാധാരണയായി ദൈവവുമായി റിലേറ്റ് ചെയ്താണ് പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഗോഡ് ഈസ് omnipresent, omnipotent and omniscient. One who loves mankind, മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തി, അറിയപ്പെടുന്നത് ഫിലാന്ത്രോപ്പിസ്റ്റ്. One who hates mankind, മനുഷ്യ വിദ്വേഷി അല്ലെങ്കിൽ മനുഷ്യനെ വെറുക്കുന്ന ഒരാൾ, അറിയപ്പെടുന്നത് മിസാന്ത്രോപ്പിസ്റ്റ്. Philanthropist is the opposite of misanthropist. A person who hates women, സ്ത്രീകളെ വെറുക്കുന്ന ഒരു വ്യക്തി, അറിയപ്പെടുന്നത് misogynist. A person who hates marriage, കല്യാണത്തെ അല്ലെങ്കിൽ വിവാഹത്തെ വെറുക്കുന്ന ഒരാൾ, അറിയപ്പെടുന്നത് മിസോഗമിസ്റ്റ്. കൂടുതൽ ഓൺവേർഡ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.